UDFിന്റെ സിറ്റിംഗ് വാർഡായ കൊല്ലം കോർപ്പറേഷനിലെ മുണ്ടയ്ക്കൽ നിലനിർത്തുമെന്ന ആത്മവിശ്വാസമാണ് അവസാന നിമിഷവും യുവ സ്ഥാനാർത്ഥി ജയലക്ഷ്മി പങ്കുവയ്ക്കുന്നത്. വാർഡിൽ മുൻ കൌൺസിലർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ വോട്ടർമാരെ കാണാൻ അവസാന മണിക്കൂറും കാൽനട പ്രചാരണം നടത്തുകയാണ് ജയലക്ഷ്മി. കൊല്ലം കോർപ്പറേഷനിലെ മുണ്ടയ്ക്കൽ ഡിവിഷനിൽ UDFിന്റെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് മത്സരിക്കുന്നത്. അവസാന വട്ടവും ഈ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ പരസ്യ പ്രചാരണത്തിന് ബാക്കിയുള്ളൂ. എങ്ങനെയുണ്ട് ഈ പ്രചരണത്തിന് കിട്ടിയ ഒരു റെസ്പോൺസ്? വളരെയധികം നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഇതുവരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതീക്ഷയുണ്ട്. ഇനി ബാക്കിയെല്ലാം വോട്ടർമാരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് വോട്ട് ചോദിച്ച് ഇന്നുകൊണ്ട് തീർക്കാന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നിലവിൽ UDFിന്റെ സിറ്റിംഗ് വാർഡാണ്, അപ്പോൾ അത് തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതെ, ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ UDFിന്റെ ഒറ്റക്കെട്ട അല്ലെ മുന്നണിയായിട്ടുള്ള ഒരു വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ ഒരു പുതുതായിട്ട് ഒരു കൌൺസിലറായിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും പാർട്ടി ഒറ്റക്കെട്ടായി കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകുമല്ലോ? കുറെ വികസന പ്രവർത്തനങ്ങൾ ശ്രീ കുരുവിള ജോസഫ് കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ പ്രദേശത്ത് തുടങ്ങിവെച്ച, ഈ പ്രദേശത്തെ ജനങ്ങളുമായി നടത്തിയ, ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടം, ആ പോരാട്ടം അടുത്ത 5 വർഷവും ജയലക്ഷ്മിയിലൂടെ ഞങ്ങൾ നടത്തും. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. എന്താണ് ഒരു യുവ സ്ഥാനാർത്ഥിയാണ്, വിജയിച്ചു വന്നാൽ എന്താണ് വോട്ടർമാർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പ്? അവരുടെ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ആവശ്യമാണ്. ഓരോ ജനങ്ങളുടെ ഓരോ മേഖലകളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരുടെ എല്ലാം വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ ഉറപ്പുണ്ടാവും. അവർ ഈ തരുന്ന സ്നേഹത്തിന്റെ 10 മടങ്ങ് ഞാൻ അവർക്കൊരു സേവനമായിട്ട് കൊടുക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും അത് ചെയ്യുകയും ചെയ്യും. എന്തായാലും നിയമ വിദ്യാർത്ഥിനിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDFിന് ഒരു തുടർച്ച ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് UDF ഒറ്റക്കെട്ടായി പറയുകയും ചെയ്യുന്നത്.